Exercise 5.3, question number 11. If the sum of the first n terms of an AP is 4n minus n square, what is the first term? Okay, see Sn is given to you. Sn is equal to 4n minus n square. Sn is equal to 4n minus n square. So what will be S1? S1 is, so instead of this n you give the value 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4 into 1 minus 1 square, that is 3. So actually what is S1? S1 എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞിരിക്കുന്നത്? So let us take one AP. So this is one AP, 1, 3, 5, 7, etc. Okay. So this is S1 means the sum of the first term. So that is actually ഇതാണ് ഇതിൻ്റെ സം. ഇതെന്താണ്? This is S1. S1 ആണ്, അതാണ് നമ്മുടെ A1. അപ്പോൾ S1 and A1 are same. S1 ഉം A1 ഉം സെയിം ആണ്. Then, so S1 is A1. And what is S2? Give the value to the, then you will get this number, 4. Okay. So S2 is A1 plus A2. S2 means the sum of two terms. S2 is this term plus this term. So that is A1 plus A2 is 4. What is our A1? A1 is 3. So substitute that value here, then you will get A2 is equal to 1. The question is what is the sum of the first two terms that we got here, and what is the second term? Second term also we got. Then what is the third term? So you see here A2 is equal to S2 minus S1 ആണ് ശരിക്കും. S2 എന്ന് പറഞ്ഞാൽ A1 plus A2, അതിൽ നിന്നും A1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A2 കിട്ടി. അപ്പോൾ A1ഉം S1ഉം ഈക്വലാണ്. അതുപോലെ തന്നെ A2 എങ്ങനെയാണ് കിട്ടിയത്? A2 എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ S2ൽ നിന്നും, അതായത് ഈ ഇതിൽ നിന്നും ആ A1 നമുക്ക് മൈനസ് ചെയ്തു, അതായത് S1 മൈനസ് ചെയ്തു. അപ്പോൾ A2 ഈസ് ഈക്വൽ ടു S2 മൈനസ് S1 എന്ന റിലേഷൻ നമുക്ക് അവിടെ എടുക്കാം. വി വിൽ ഗെറ്റ് എ റിലേഷൻ ദാറ്റ് A2 ഈസ് ഈക്വൽ ടു S2 മൈനസ് S1. Then find out what is S3. S3 means you put 3 in the equation, then you will get 3. That is S3 is A1 plus A2 plus A3. That is 3. Then give the values for A1 and A2. Then you will get A3 is equal to negative 1. Now we got 3 terms in the AP. That means you can create an AP. Write the AP. AP is 3, 1, negative 1, etc. Then the next question is find the 10th term. That means A10. A10 we know using the formula of AN. A10 is equal to A plus 9D ആണ്. അപ്പോൾ അവിടെ 3 plus 9 into negative 2. Negative 2 അല്ലേ D? 1 minus 3 ആണ് നമ്മുടെ D. അപ്പോൾ നമുക്കവിടെ 3 minus 15 കിട്ടി. ഈ A10 കണ്ടുപിടിക്കാൻ നമുക്ക്, ഇപ്പം നമ്മൾ കണ്ടല്ലോ A2 is equal to S2 minus S1 ആണ്. അതേപോലെ A3 എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇവിടെ A3 എങ്ങനെ കിട്ടിയത്? നമുക്ക് ഈ A3 കിട്ടാൻ നമ്മൾ ഈ S3യിൽ നിന്നും, അതായത് ഈ 3യിൽ നിന്നും, ഇതാണ് നമ്മുടെ S3, ഇതാണ് നമ്മുടെ S3, അതിൽ നിന്നും നമ്മൾ ഈ A1 പ്ലസ് A2, അതായത് A1 പ്ലസ് A2 എന്ന് പറഞ്ഞാൽ S2 ആണ്, അതുകൊണ്ട് മൈനസ് ചെയ്തപ്പോഴാണ് നമുക്ക് A3 കിട്ടിയത്. അപ്പോൾ A3 is equal to S3 മൈനസ് S2. ഒരു റിലേഷൻ അവിടെ ഫോം ചെയ്യാണ്. ആ സമ്മും നമ്പർ ഓഫ് ടേംസും തമ്മിലുള്ള നമ്പർ ഓഫ് ടേംസ് അല്ല, A1 A2 എത്രാമത്തെ ടേമാണ് അത് തമ്മിലുള്ള റിലേഷനാണ് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ A3 എന്ന് പറയുമ്പോൾ നമുക്ക് S3 മൈനസ് S2 ആണ്. അപ്പോൾ A10 എന്തായിരിക്കും? A10 ഇങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം, ഓർ യു ക്യാൻ യൂസ് ദിസ് റിലേഷൻ ഓൾസോ. A10 ഈസ് ഈക്വൽ ടു S10 മൈനസ് S9 ആയിരിക്കും. ഓക്കെ, ബട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ഇത്രയും കോംപ്ലിക്കേഷനിലേക്ക് പോകണ്ട. പക്ഷേ ദർ ഈസ് എ റിലേഷൻ. Now what is AN? AN is equal to A plus N minus 1 into D. A is, we have 3, N minus 1 into D is negative 2. Then after doing that you will get to 5 minus 2N. So A1 is equal to 3, A2 is equal to 1, S4 4, A3 negative 1, A10 negative 15, AN is equal to 5 minus 2N. And you can, ഇവിടെ നമുക്കൊരു റിലേഷൻ കിട്ടിയല്ലോ, S1ഉം A1ഉം ഈക്വലാണ്. A2 കിട്ടാൻ നമ്മൾ S2 മൈനസ് S1 ആണ്. അതുപോലെ തന്നെ A3 കിട്ടാൻ നമുക്ക് S3 മൈനസ് S2 ആണ്. സോ A10 കിട്ടാൻ നമുക്ക് എന്ത് വേണമെങ്കിലും അതിൽ നിന്ന് ചെയ്യാൻ പറ്റും. A10 കിട്ടാൻ S10 മൈനസ് S9 ചെയ്താൽ മതി. അപ്പോൾ AN കിട്ടാൻ എന്ത് ചെയ്താൽ മതി? AN is equal to SN minus Sn minus 1.
എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം ഓഫ് എൻ ടേംസ്, എസ് എൻ മൈനസ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നത്തുള്ള ടേമിൻ്റെ സമ്മ്. അപ്പോൾ ഇതാണ് ഒരു റിലേഷൻ നമുക്ക് അവിടെ നിന്ന് കിട്ടും ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 12. Find the sum of the first 40 positive integers divisible by 6. So here the first 40 positive integers divisible by 6 are 6, 12, 18, etc. to 40. Okay, this forms an AP. Okay, so we want to find out here for sum of the first 40, that means we want to find out S40. So what is Sn? Use that formula. Sn is equal to n by 2 into, we can use here a plus a എന്നുള്ള ഫോർമുല എടുക്കാം, ബിക്കോസ് നമുക്ക് എയും അറിയാം, എന്നും അറിയാം, എന്നും അറിയാം. അപ്പോൾ ദിസ് ഫോർമുല വി ക്യാൻ യൂസ്. S40 is equal to 40 by 2 into 6 plus 240, that is equal to 20 into 246, that is equal to 1920. Now question number 13 and 14, the same way you can do question number 13 and 14. In the question number 13, find the sum of the first 15 multiples of 8. So 15 multiples of 8 you can write like 8, 16, etc. 15 multiples, the last 15 into 8 is 120. Now using the same formula you can find out. അതുപോലെ തന്നെ next one is find the sum of the odd numbers between 0 and 50. Odd numbers between 0 and 50 means that is question number 14. Odd number is 1, 3, etc. up to 49. This is the odd numbers between 0 and 50. So find out what how many terms are there. You find out that first. എത്ര ടേംസ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക? ഓഡ് നമ്പേഴ്സ് 25 ആയിരിക്കും അല്ലേ? വേണമെങ്കിൽ എന്നൊന്ന് കണ്ടുപിടിക്കാം. എ എൻ വെച്ചിട്ട് കണ്ടുപിടിച്ചാൽ മതി. എ എൻ ഇസ് ഈക്വൽ ടു ആ ഫോർമുല എടുത്താൽ മതി. എ എൻ ഇസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. യൂസ് ദാറ്റ് ഫോർമുല. എ എൻ യു നോ ദാറ്റ് ഈസ് 49. എ അറിയാം, എൻ മൈനസ് 1 ഇൻറ്റു ഡി ഈസ് 2. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻ ഇസ് ഈക്വൽ ടു 25 എന്ന് കിട്ടും. ഇത് ചെയ്യുന്ന സമയത്ത് യു വിൽ ഗെറ്റ് എൻ ഇസ് ഈക്വൽ ടു 25. പിന്നെ S25 ചെയ്താൽ മതി യൂസിങ് ദ സെയിം ഫോർമുല. ഓക്കെ, സോ 13 and 14 the same way you can do. ഈ 14ൻ്റെ അകത്ത് എൻ ഒന്ന് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ അറിയണം 50ക്ക് ഇടയിലുള്ള എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്. 25 ആയിരിക്കും. അഥവാ ഇൻ കേസ് ഇഫ് യു ഡോണ്ട് നോ, യു ജസ്റ്റ് ഡു ലൈക്ക് ദിസ്, ദെൻ ഫൈൻഡ് ഔട്ട് n. ഓക്കെ, question number 15. A contract and construction job specifies a penalty for delay of completion beyond a certain date as follows. That means if there is any delay in the work, then he has to pay rupees 200 penalty for the first day. അപ്പോൾ ഒരു ഡേ ഡിലേ ആണെങ്കിൽ he has to pay rupees 200. 2 ഡേയിലും ഡിലേ വരികയാണെങ്കിൽ he has to pay, അതായത് രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ ഈ 200 എന്നുള്ള 250 ആയിട്ട് ഉയരും. അതായത് 2 ദിവസം ഡിലേ വരികയാണെങ്കിൽ ഈ 200ഉം ഈ 250 കൂടി ചേർന്നിട്ട് അത്രയും പെനാൽറ്റി കൊടുക്കണം. 3 ദിവസം ഡിലേ ആവുകയാണെങ്കിലോ ദിസ് പ്ലസ് ദിസ് പ്ലസ് ദിസ്, അങ്ങനെയാണ് അതിൻ്റെ പെനാൽറ്റി റേറ്റ് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇഫ് ഹി ഡിലേഡ് ഫോർ 30 days, ഹൗ മച്ച് amount he has to pay as a penalty? That is the question. So we want to find out S30. S30 ആണ് അവിടെ കണ്ടുപിടിക്കാനുള്ളത്, അല്ലാതെ A30 അല്ല. ഓക്കെ, ഒരു ദിവസം ഡിലേ ആവുകയാണെങ്കിൽ 200, 2 ദിവസം ഡിലേ ആകുമ്പോൾ ഈ 200ഉം പിന്നെ ഇതും കൂടി ചേരണം. 3 ദിവസം ഡിലേ ആകുമ്പോൾ ദിസ് പ്ലസ് ദിസ് പ്ലസ് ദിസ്. അപ്പോൾ 30 days ആണെങ്കിൽ ഈ 30 ടേംസും ആഡ് ചെയ്യണം. ഓക്കെ, സോ ദറ്റ് ഈസ് ഇക്വൽ ടു, നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ A30 കണ്ടുപിടിക്കുക. അപ്പോൾ അല്ലെങ്കിൽ വേണ്ട, S30 is equal to formula. What is Sn is equal to n by 2 into 2a plus n minus 1 into d. You can use that formula. Okay, which is equal to S30 is equal to
30 by 2 into 200 plus 29 into D is 50. Okay, find out. And you'll get the answer 27,750 rupees. This is the answer. Okay. Calculation ചെയ്താൽ മതി, ഒന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ. 2a plus n minus 1 into d. n is 30, അപ്പം n minus 1 is 29 into d is d എത്രയാണ്, 50 ആണ്. ചെയ്യാം. Question number 16. A sum of rupees 700 is to be used to give 7 cash prizes to students of a school for their overall academic performances. If each prize is rupees 20 less than its preceding price, find the value of each of the prizes. So you can take the amount of the prizes because രണ്ടാമത്തെ പ്രൈസ് മറ്റേതിനേക്കാൾ 20 rupees ലെസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ a minus 20, a minus 40 എടുക്കുക. ദിസ് ഫോംസ് ആൻ AP because common difference is -20 there. അല്ല, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ -20 ആണ് കിട്ടുന്നത്. Now we want to find out എന്താ നമുക്ക് അവിടെ കണ്ടുപിടിക്കാനുള്ളത്. ഫൈൻഡ് ദി വാല്യൂ ഓഫ് ഈച്ച് ഓഫ് ദ പ്രൈസസ്. ഓരോ പ്രൈസും എത്ര രൂപയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിച്ചാൽ മതി ഇവിടെ, അല്ലേ? ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ മതി. SNൻ്റെ ഫോർമുലയ്ക്കകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുക. വാട്ട് ഈസ് SN? S7 വി ഹാവ്. S7 ഈസ് ഈക്വൽ ടു 700. n 7 ആണ്. n തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുക. അതായത് SN ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2a plus n minus 1 into d. Here S7 ആണ്. അപ്പോൾ S7 is equal to 7/2 into 2 into a, 2a plus 6d. This is equal to 6d. d എത്രയാണ്? d is -20. Okay, d is 6 into -20. Okay, then you will get S7 is 700. 700. ഇതിനെ ഈ 7/2 ഈ ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് വരും, അവിടെ 2/7 എന്നാവും. ഇസ് ഈക്വൽ ടു 2a minus 120. അപ്പോൾ ഇവിടെ 100, 200. ദിസ് 120 will come to this side. Is equal to 2a. That is 2a is equal to 320. So what will be a? A is equal to 320/2. That is equal to 160. So first this price is 160. So what are the prices there? Prices are 160, then 20 rupees less, which is 140, then 120, 100, 80, 60, 40. These are the prices. Okay, the amount of prices. Then amount. Question number 17. In a school, students thought of planting trees to reduce air pollution. Number of trees that each section of each class will plant will be the same as that class. That means standard 1 will plant 1 tree. 1 tree. Standard 2, 2 trees. Standard 3, 3 trees. Like that, standard 12, 12 trees. Okay. There are 3 sections of each class. That means standard 1 തന്നെ 3 സെക്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ സ്റ്റാൻഡേർഡ് 1A, A class 1 plant, then B class 1 more plant, C class 1 more plant. So total 3 plants planted by standard 1. Standard 2, so A section 2, B section 2, C section 2. That means total 6 plants. This is 3 plants by standard 1, 6 plants by standard 2, then by standard 3, 9 plants, like that. Standard 12, like that. Okay. So number of trees planted by standard 1 is 3, standard 2 6, standard 3 9, etc. And we want to find out the total number of trees planted. So find out SN. Formula, which formula apply? Because we have n is equal to, there are 12 classes. So n is equal to 12. ആകെ 12 നമ്പേഴ്സാണ് അവിടെ ഉള്ളത്. 12. So A we have and AN we have. So
Formula 12 by 2 into 3 plus 36, that is equal to 234. Question number 18. A spiral is made up of successive semicircles with the centers alternately at A and B, starting with the center A of radius 0.5 cm, 1 cm, like that. What is the total length of such a spiral made up of 13 consecutive semicircles? So the total length of the spiral is equal to sum of circumferences of 13 semicircles. See, total length of the spiral is equal to this semicircle plus this like that 13 semicircles are there. So total length is equal to circumferences of 13 semicircles. So what is the circumference of the first semicircle? So that is pi r. Pi into r is given to us 0.5. Second semicircle r is given to us, that is 1. So pi into 1. Like that you will get third semicircle pi into 1.5. So 13th semicircle, what will be it? Pi into 6.5. But see these, they follow a pattern. നോക്കിക്കോളൂ. സെക്കൻഡ് ആകുമ്പോൾ പൈ ഇൻറ്റു 1 ആണ്. തേർഡ് ആകുമ്പോൾ പൈ ഇൻറ്റു 1.5. ദറ്റ് മീൻസ് ഇതിൻ്റെ ഹാഫാണ് ഇത് വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആ ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്ക് 13th എടുത്താൽ മതി. 13th is equal to pi into 6.5. So length of the spiral is equal to add all these things. Then pi is a common factor. You can take pi outside. Then you will get like this. So look at these numbers. These numbers are in AP because they have a common difference. The consecutive terms have a common difference. So നോക്കൂ 1ൽ നിന്നും 0.5 മൈനസ് ചെയ്യുമ്പോൾ 0.5 ആണ്. 1.5 minus 1 is 0.5. So they have a common difference. That means they follow or they involves in AP. So sum കണ്ടുപിടിച്ചാൽ മതി. ഇതിൻ്റെ സം കണ്ടുപിടിക്കുക. A we have, D അറിയാം നമുക്ക്, AN is 6.5, N is 13. So pi into S13. S13 means formula apply. We have A and AN. ആ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ആൻസർ കിട്ടും. സോ ഹിയർ യു ക്യാൻ ഗെറ്റ് ക്യാൻസൽ. നോക്കൂ, ഈ 7ഉം ഈ 7ഉം കൂടി കട്ട് ചെയ്യാം. ഇവിടെ 12, ഇവിടെ 11 ടൈം വരും. അപ്പോൾ 11 into 13 വരും. ദറ്റ് ഈസ് 143 സെൻറ്റിമീറ്റർ. Question number 19. 200 logs are stacked in the following manner. 20 logs in the bottom row, 19 in the next row, 18 in the row next to it, and so on. How many rows are the 200 logs placed and how many logs are in the top row? So the number of logs placed is equal to like this. That is 20 logs in the first, then 19 in the next, 18 in the next, like that. So total 200 logs are there. Okay, we want to find out n. എത്ര എണ്ണം ഉണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കൂ, SN ഈസ് ഗിവൺ ടു യു ആൻഡ് യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് n. ഇൻ ദീസ് കേസസ് ഇങ്ങനെ SN തന്നിട്ടുണ്ട്, n കണ്ടുപിടിക്കണം. അങ്ങനെയുള്ള കേസുകളിൽ മിക്കവാറും നമുക്ക് ആ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. നിങ്ങൾ SN തന്നിട്ടുണ്ട്, സോ യു സബ്സ്റ്റിറ്റ്യൂട്ട് ഓൾ ദ വാല്യൂസ് ഇൻ ദ ഫോർമുല, ദെൻ യു വിൽ ഗെറ്റ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ n. എപ്പോഴും ഓർക്കുക, SN തന്നിട്ടുണ്ട്, n കണ്ടുപിടിക്കാനുള്ള കേസാണെങ്കിൽ മിക്കവാറും നിങ്ങൾക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും n-ൽ. അത് ശ്രദ്ധിക്കുക. ഓക്കെ ലെറ്റ് us start. SN is equal to which formula we apply? We don't know an. അപ്പോൾ നമുക്ക് 2a plus n minus 1 into d അതെടുക്കാം, അതല്ലാതെ വേറെ മാർഗം. ഓക്കെ, ഇറ്റ് ഈസ് equal to 200 is equal to n by 2 into a, that means 2 into 20, that is 40, plus n minus 1 into d is negative 1 here. Okay, that is equal to 200 is equal to multiply minus 1 into n, that is minus n. Minus 1 into minus 1 plus 1, that is 200 is equal to n by 2 into 41 plus n. ഈ 2നെ അങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം.
അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു ഫ്രാക്ഷനൊക്കെ ഇങ്ങനെ വന്ന് കിടക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് ചെയ്യാം ആദ്യം തന്നെ. സോ യു വിൽ ഗെറ്റ് ഹിയർ 400. 200 into 2, that is 400. That is n into 41 minus n is equal to 400. Okay. That is equal to 41n minus n square is equal to 400. Okay. That is നമുക്ക് നോക്കൂ എങ്ങനെ ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്. മൈനസ് എൻ സ്ക്വയർ പ്ലസ് 41n മൈനസ് 400 ഇസ് ഇക്വൽ ടു 0. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു നെഗറ്റീവ് വന്നു. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ നെഗറ്റീവ് അങ്ങോട്ട് മാറ്റാൻ യു മൾട്ടിപ്ലൈ ദ ഇക്വേഷൻ ത്രൂ ഔട്ട് ബൈ -1. അതായത് ഈ LHS -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇക്വേഷന് ചേഞ്ച് ഒന്നും വരുന്നില്ല, ബാലൻസ്ഡ് ഇക്വേഷൻ തന്നെയാണ് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ n സ്ക്വയർ വരും, ഇവിടെ -41 വരും, ഇവിടെ +400 വരും. ഇസ് ഈക്വൽ ടു 0. ദിസ് ഈസ് അവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇതിനെ ഇനി സോൾവ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും സോൾവ് ചെയ്യാം. യു ക്യാൻ യൂസ് ക്വാഡ്രാറ്റിക് ഫോർമുല ഓർ യു ക്യാൻ യൂസ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഇവിടെ ഞാൻ ഫാക്ടറൈസേഷൻ ഉപയോഗിക്കാം. കാരണം ബിക്കോസ് 400ൻ്റെ ഫാക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 400 കിട്ടണം, ആഡ് ചെയ്യുമ്പം -41 കിട്ടണം. അങ്ങനെയുള്ള രണ്ട് ഫാക്ടേഴ്സ് അറിയുമ്പം -16ഉം -25ഉം ആണ്. അപ്പോൾ അത് നമുക്ക് ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ക്വാഡ്രാറ്റിക് ഫോർമുല അപ്ലൈ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിപ്പം പ്രോഡക്റ്റ് 400 കിട്ടണം, നമുക്ക് സമ്മ് -41 കിട്ടണം. അപ്പോൾ നമ്പേഴ്സ് ആർ -25 ആൻഡ് -16 ആയിരിക്കും. ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്കിത് കിട്ടും. അത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയാണ് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഇറ്റ് ഈസ് ഈക്വൽ ടു n സ്ക്വയർ -16n -25n plus 400 is equal to 0. Take n outside. അപ്പോൾ നമുക്ക് n എടുക്കുമ്പോൾ n -16. ഹിയർ ഈ നെഗറ്റീവിന് എടുക്കുക, 25 take outside. then here also n -16 കിട്ടും. that is n -16. ഇവിടുന്ന് ഈ ടേമെന്നും ഈ ടേമെന്നും n -16 ആണ് കോമൺ. അപ്പോൾ ബാക്കിയുള്ളത് എന്ത് വരും ഇവിടെ? n -25 is equal to 0. That is n -16 is equal to 0 or n -25 is equal to 0. That is n is equal to 16 or n is equal to 25. അപ്പോൾ നമുക്ക് രണ്ട് ആൻസർ വന്നിട്ടുണ്ട്. എന്നിന് നെഗറ്റീവ് ഒന്നും അല്ല, ആൻസർ രണ്ടും പോസിറ്റീവായിട്ടാണ് വന്നത്. അപ്പോൾ ഏതാണ് ഇതിൻ്റെ അകത്ത് ആവശ്യമുള്ളതെന്ന് നോക്കണം നമ്മൾ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്പർ ഓഫ് ലോഗ്സ് ഇൻ ദ വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ഓൾസോ ഫൈൻഡ് ഔട്ട് and so on, how many rows are there, അതാണ് നമുക്ക് കിട്ടിയത്. and how many logs are in the top row. അപ്പോൾ if this is the top row, how many logs are here. ഇവിടെ ഈ ടോപ്പ് റോയിൽ എത്ര ലോഗ്സ് ഉണ്ട്, അപ്പോൾ അവിടുത്തെ, അതായത് ടോപ്പ് റോയിൽ എത്ര ലോഗ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ നമ്പർ, അതായത് an എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമ്മൾ കേസ് 1ൽ നമ്മൾ ആദ്യം തന്നെ ടേക്ക് n is equal to 25 എടുത്ത് നോക്കുക. അപ്പോൾ an എത്രയായിരിക്കും? an is equal to a plus n minus 1 into d. That is equal to an is equal to a is 20 plus 24 into d minus 1. That is equal to 20 minus 24. Then you will get a -4 here. ഓക്കെ, ടോപ്പ് റോയിൽ -4 എന്ന ആൻസർ കിട്ടി. സോ ഇങ്ങനെയൊരു ആൻസർ വരാൻ വഴിയില്ല, കാരണം ബിക്കോസ് നമ്പർ ഓഫ് ലോഗ്സ് എങ്ങനെ നെഗറ്റീവ് ആവാം. സോ ദിസ് ക്യാൻ ബി ഇഗ്നോർഡ്. ദിസ് ആൻസർ ക്യാൻ ബി ഇഗ്നോർഡ്. അപ്പം നമ്മളെ ആൻസർ എന്തായിരിക്കും? n is equal to ഇത് നമ്മൾ ഇഗ്നോർ ചെയ്യണം. ഇതല്ല ആൻസർ. നമ്പർ ഓഫ് റോസ് 25 അല്ല, അപ്പം നമ്പർ ഓഫ് റോസ് 16 തന്നെ ആയിരിക്കും. അപ്പം ഇത് ചെയ്യുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാവുന്നത്. കേസ് 2ൽ n is equal to 16. So what will be an? n is equal to 20 plus 15 into -1.
അല്ലേ? A16 is equal to, നമുക്ക് A16 ആണ് കണ്ടെടുക്കേണ്ടത്. A16 is equal to A plus 15D, that is equal to 20 minus 15, that is equal to 5. So here what is the answer? Number of rows is equal to 16. അത് എഴുതണം. Number of rows is equal to 16. Then number of logs in the top row is equal to 5. ഓക്കെ. ഞാൻ എങ്ങനെയാണ് ഫാക്ടറൈസ് ഇതെങ്ങനെയാണ് എനിക്ക് കിട്ടിയത് ഞാനൊന്ന് പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ 400നെ ഐ ഫാക്ടറൈസ്ഡ് 400, 200, 200, 250, 2, 25, 5, 5. ഇത് ഞങ്ങൾ നോക്കുക ചെയ്യുന്നത്. നമ്മളിപ്പോൾ നോക്കിക്കോളൂ. 2 2s 4 2s 6 8 2s 16. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞെങ്കിൽ 400 is equal to either, ഇപ്പോൾ നോക്കൂ, 2 ഇൻറ്റു ഇതിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ 4 ഇൻറ്റു ഇത്രയും ആയിരിക്കാം, അല്ലെങ്കിൽ 8, അതായത് ഇത് മൂന്നും കൂടി 8 ഇൻറ്റു ഇത്രയായിരിക്കും, അതായത് 25 ഇൻറ്റു 8 ഇൻറ്റു 50 ആവാം, അല്ലെങ്കിൽ 16 ഇൻറ്റു 25 ആവാം. അപ്പോൾ എനിക്ക് അങ്ങനെ നോക്കുന്ന സമയത്ത് 16x25 ആണ് ഇവിടെ സ്യൂട്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ 16x25 എടുത്തു. അങ്ങനെയാണ് അത് എടുക്കുന്നത്. നമ്മളിങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് നോക്കിയിട്ട് ഏതാണോ ഏത് ഫാക്ടേഴ്സാണോ ഇതിന് ഈ ഒരു കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അതാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെയാണ് അത് ചെയ്യുക. Question number 20. After reading the question, you will get, for taking the first potato, she has to run from this point to this point, that is 5 meter, and തിരിച്ചും വരണം. 5 plus 5, that is 10, that is 5 into 2, 5 2 times വന്നു. For taking the second potato, ഇവിടെ നിന്ന് ഇതുവരെ 8 തിരിച്ചും, അതായത് 8 into 2. For taking the third potato, all this distance, that means 11, and return, that is 11 into 2. So all these terms, that means 10, 16 and 22, they form an AP because they have a common difference. Consecutive terms have a common difference. അപ്പോൾ AP ആണത്. അപ്പം what are the numbers? The distances are distances formed in an AP. That is, the numbers are 10, 16, 22, etc. Now we want to find out the total distance. Total distance means S n is equal to n by 2 into 2a plus n minus 1 into d. Here 10 ആണ് ഇവിടുത്തെ n, ബിക്കോസ് 10 പൊട്ടറ്റോസ് ആണ് വെച്ചിരിക്കുന്നത് പറഞ്ഞു. അപ്പോൾ 10 by 2 into 2 into 2a, that is 2 into 10, 20 plus n is 10, so that is 9 into d. What is our d? D is equal to 16 minus 10, that is 6. 5 into 20 plus, that is equal to 370. So the total distance covered by her is 370 meters. And this is the end of this exercise. I hope everything is clear to you. Thank you.